യേശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 10-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. പാവപ്പെട്ടവന് നീതി നിഷേധിക്കുന്നതിനും എന്റെ ജനത്തിലെ എളിയവന്റെ അവകാശം എടുത്തു കളയുന്നതിനും വിധവകളെ കൊള്ളയടിക്കുന്നതിനും അനാഥരെ ചൂഷണം ചെയ്യുന്നതിനും വേണ്ടി അനീതി നിറഞ്ഞ വിധി പ്രസ്താവിക്കുന്നവർക്കും മർദ്ദനമുറകൾ എഴുതിയുണ്ടാക്കുന്നവർക്കും ദുരിതം. ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തു നിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്തു ചെയ്യും? ആരുടെ അടുത്ത് നിങ്ങൾ സഹായത്തിനു വേണ്ടി ഓടിച്ചെല്ലും? നിങ്ങൾ ധനം എങ്ങനെ സൂക്ഷിക്കും? ഒന്നും അവശേഷിക്കുകയില്ല. ബന്ധിതരുടെ ഇടയിൽ പതുങ്ങി നടക്കുകയും വധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വീഴുകയുമല്ലാതെ നിവൃത്തിയില്ല. ഇതുകൊണ്ടും അവിടുത്തെ കോപം ശമിച്ചിട്ടില്ല, അവിടുത്തെ കരം ഉയർന്നു തന്നെ നിൽക്കുന്നു. അസീറിയ കർത്താവിന്റെ ഉപകരണം. എന്റെ കോപത്തിന്റെ ദണ്ഡും രോഷത്തിന്റെ വടിയുമായ അസീറിയ, അധർമ്മികളായ ജനതയ്ക്കെതിരെ ഞാൻ അവനെ അയക്കുന്നു. എന്റെ കോപത്തിന് പാത്രമായ ജനത്തെ കൊള്ളയടിക്കാനും കവർച്ച വസ്തു തട്ടിയെടുക്കാനും തെരുവിലെ ചെളി പോലെ അവരെ ചവിട്ടി തേയ്ക്കാനും ഞാൻ അവന് കൽപ്പന നൽകുന്നു. എന്നാൽ അവന്റെ ഉദ്ദേശ്യം അതല്ല, അവന്റെ മനസ്സിലെ വിചാരവും അപ്രകാരമല്ല. നാശം മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. അനേകം ജനതകളെ വിച്ഛേദിച്ചു കളയുകയാണ് ഉദ്ദേശം. ഞാൻ പറയുന്നു, എന്റെ സൈന്യാധിപന്മാർ രാജാക്കന്മാരല്ലേ? കൽനോ കാർക്കെമിഷുമോ പോലെയല്ലേ? ഹാമാത്ത് ആർപ്പാദ് പോലെയും സമരിയ ദമാസ്കസ് പോലെയും അല്ലേ? ജെറുസലേമിലും സമരിയായിലും ഉള്ളവയേക്കാൾ വലിയ കൊത്തുവിഗ്രഹങ്ങളോട് കൂടിയ രാജ്യങ്ങളെ ഞാൻ എത്തിപ്പിടിച്ചിരിക്കെ സമരിയായോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ചെയ്തതുപോലെ ജെറുസലേമിനോടും അവിടുത്തെ വിഗ്രഹങ്ങളോടും ഞാൻ ചെയ്യേണ്ടതല്ലേ? കർത്താവ് സിയോൻ പർവ്വതത്തോടും ജെറുസലേമിനോടും തന്റെ പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ അസീറിയ രാജാവിനോട് ഉദ്ധതമായ വൻപു പറച്ചിലിനെയും അഹങ്കാരത്തെയും ശിക്ഷിക്കും. അവൻ പറയുന്നു, തന്റെ കരബലവും ജ്ഞാനവും കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. കാരണം എനിക്ക് അറിവുണ്ടായിരുന്നു, ഞാൻ ജനതകളുടെ അതിർത്തികൾ നീക്കം ചെയ്യുകയും അവരുടെ നിക്ഷേപങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ ഞാൻ കാളക്കൂറ്റിന്റെ കരുത്തോടെ താഴെ ഇറക്കി. പക്ഷിക്കൂട്ടിൽ നിന്നെന്ന പോലെ എന്റെ കരം ജനതകളുടെ സമ്പത്ത് അപഹരിച്ചു. ഉപേക്ഷിക്കപ്പെട്ട മുട്ടകൾ ശേഖരിക്കുന്നത് പോലെ ഭൂമിയിലെ സമ്പത്ത് മുഴുവൻ കരസ്ഥമാക്കി. ചിറകനക്കാനോ വായി തുറന്ന് ചിലയ്ക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെട്ടുകാരനോട് കോടാലി വൻപ് പറയുമോ? അറുക്കുന്നവനോട് വാൾ വീമ്പടിക്കുമോ? ദണ്ഡ് അത് ഉയർത്തുന്നവനെ നിയന്ത്രിക്കുന്നത് പോലെയും ഊന്നുവടി മരമല്ലാത്തവനെ ഉയർത്തുന്നത് പോലെയും ആണ് അത്. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് കരുത്തന്മാരായ യോദ്ധാക്കളുടെ മേൽ ക്ഷയിപ്പിക്കുന്ന രോഗം അയക്കും. അവന്റെ കരുത്തിനടിയിൽ അഗ്നിജാല പോലെ ഒരു ദാഹക ശക്തി ജ്വലിക്കും. ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായും അവന്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിച്ചു കളയും. അവന്റെ വനത്തിന്റെയും വിളവു നിലങ്ങളുടെയും പ്രഭാവം കർത്താവ് നശിപ്പിക്കും. ആത്മാവും ശരീരവും തന്നെ രോഗിയായ മനുഷ്യൻ ക്ഷയിക്കുന്നത് പോലെയായിരിക്കും അത്. അവന്റെ വനത്തിൽ അവശേഷിക്കുന്ന വൃക്ഷങ്ങൾ ഒരു കുഞ്ഞിനെ എണ്ണാവുന്നത് പോലെ പരിമിതമായിരിക്കും. ഇസ്രായേലിൽ അവശേഷിപ്പിച്ചവരും യാക്കോബിന്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവരിൽ അന്ന് ആശ്രയിക്കുകയില്ല. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും. അവശേഷിക്കുന്ന ഒരു ഭാഗം, യാക്കോബിന്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിയും. നിങ്ങളുടെ ജനമായ ഇസ്രായേൽ കടലിലെ മണൽത്തരി പോലെയാണെങ്കിലും അവശേഷിക്കുന്നവരിൽ ഒരു ഭാഗം മാത്രമേ തിരിയുകയുള്ളൂ. നീതി കവിഞ്ഞൊഴുകുന്ന വിനാശം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഭൂമുഖത്ത്
പൂർണ്ണ വിനാശം വരുത്തും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, ഈജിപ്തുകാർ ചെയ്തതുപോലെ അസീറിയക്കാർ തങ്ങളുടെ വടികൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ഡ ഉയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എൻ്റെ രോഷം ശമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവ് ഒറേബിലെ പാറയ്ക്കടുത്ത് വെച്ച് മിദിയാനെ പ്രഹരിച്ചതുപോലെ അവരെ പ്രഹരിക്കും. ഈജിപ്തിൽ വെച്ച് ചെയ്തതുപോലെ അവിടുന്ന് സമുദ്രത്തിന്മേൽ ദണ്ഡ ഉയർത്തിപ്പിടിക്കും. അന്ന് അവൻ്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലെ മുഖം തകർക്കപ്പെടുകയും ചെയ്യും. അവൻ റിമ്മോനിൽ നിന്ന് വന്ന് അയ്യാത്തിലെത്തി മിഗ്രോണിലൂടെ കടന്ന് മിഗ്മാഷിൽ ചെന്ന് അവിടെ അവൻ തൻ്റെ സാമഗ്രികൾ സൂക്ഷിക്കുന്നു. അവർ ചുരം കടന്ന് ഗേബായിലെത്തി അവിടെ രാത്രി ചെലവഴിക്കുന്നു. റാമ വിറകൊള്ളുന്നു, സാവൂളിന്റെ ഗിബെയ ഓടിമറയുന്നു. ഗാലിം പുത്രി ഉറക്കെ നിലവിളിക്കുക, ലയീഷ ശ്രദ്ധിക്കുക. അനാത്തോത്തെ മറുപടി പറയുക. മദ്മെന പാലായനം ചെയ്യുന്നു, ഗബിം നിവാസികൾ രക്ഷ തേടി ഓടുന്നു. ഈ ദിവസം തന്നെ അവൻ നോബിൽ താമസിക്കും. സിയോൻ പുത്രിയുടെ മലയുടെ നേരെ, ജെറുസലേം കുന്നിന്റെ നേരെ അവൻ മുഷ്ടി ചുരുട്ടും. സൈന്യങ്ങളുടെ കർത്താവ് വൃക്ഷശാഖകളെ ഭീകരമായ ശക്തിയോടെ മുറിച്ചു തള്ളും. ഉന്നത ശാഖകളെ വെട്ടിവീഴ്ത്തും, ഉയർന്നവയെ നിലം പതിപ്പിക്കും. അവിടുന്ന് വനത്തിലെ നിബിഡ ഭാഗങ്ങളെ കോടാലി കൊണ്ട് വെട്ടിവീഴ്ത്തും. ലെബനോൻ അതിൻ്റെ മഹാവൃക്ഷങ്ങളോടെ നിലം പതിക്കും.